ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇട്ട് കുറേ ദിവസമായിക്കണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെറിയൊരു സ്ഥലം വരെ പോവാണ്. പക്ഷെ എങ്ങോട്ടാണ് എവിടുക്കണമെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് എല്ലാവർക്കും അറിയണ അജ്മാൻ. എല്ലാവർക്കും അറിയാം. ശരി, എങ്ങോട്ടൊക്കെ നമ്മൾ പോകണം? അപ്പൊ അജു പറയണത് കൺട്രി മാറാന്നാണ് ഇപ്പൊ പറയണത്. അപ്പൊ എവിടക്ക പോണെന്ന് അറിയില്ല. എന്താ വരാത്ത വരും വരാതിരിക്കാം. വണ്ടിന്റെ കൂളിംഗ് ആണ്. വണ്ടിന്റെ കൂളിംഗ് നോക്കി ജസ്റ്റ് ആ മിറർ ആദ്യം നോക്കി അപ്പൊ അറിയാം അപ്പൊ ഉണ്ട്. അതാണ് നമ്മളെ വണ്ടിന്റെ കൂളിങ്ങിന്റെ പ്രത്യേകത. അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ എങ്ങോട്ടാ എവിടുക്കാന്നൊന്നും അറിയില്ല, വെറുതെ അങ്ങോട്ട് പോവാന്നെ. ചെക്കന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു കേട്ടോ. ചെലവൊന്നും ഉണ്ടാക്കി കിട്ടിയിട്ടില്ല. അതൊക്കെ ഉണ്ടാവും. ഞമ്മക്കൊന്നും പോകണ്ടടാ, എപ്പോഴായാലും ചെലവുണ്ടാവും. ആയിക്കോട്ടെ. അപ്പൊ അജ്മാന് കുറച്ച് മോട്ടിവേഷൻ നമുക്ക് തരുന്നുണ്ട്. കളിയാക്കണമല്ലോ, ഒന്നും മൈൻഡ് ആക്കണ്ട. ഗോളാണ് നമ്മളെ ലക്ഷ്യം എന്നൊക്കെ. അജോ പറഞ്ഞോ. നമ്മളെ കളിയാക്കാനോ നമ്മളെ കുറ്റപ്പെടുത്താനോ ബാക്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, കൊറേ ആൾക്കാരുണ്ടാവും. പക്ഷെ ആ ആൾക്കാരോടൊക്കെ നമ്മൾ ചിരിച്ച് നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ ഓലെ മുന്നിൽ ഒരു വിജയം ഉണ്ടാവും. ഏതെങ്കിലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഉണ്ടാവും. അന്ന് നമുക്ക് ഓലെ മുന്നിലേക്ക് നമ്മൾ ജയിച്ചു എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പോയി സെറ്റായിട്ട്. അതാണ് നമ്മളെ കുറ്റപ്പെടുത്താൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കളിയാക്കാനുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താൽ അതിന്റെ പിന്നാലെ കുറെ അത് ഇത് പറയാനുണ്ടാവും, കുറെ പുച്ചിക്കാണ്ടാവും, കളിയാക്കാണ്ടാവും. അത് ഇത് ഇച്ചൊക്കെ എന്താ കാട്ടെ ചിന്തിച്ചു. അപ്പോഴൊന്നും നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ പോരാടാം, നമ്മൾ റിസ്ക് എടുക്കുക, വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, എല്ലാം ചെയ്ത് നമ്മൾ ആ വിജയത്തേക്ക് നമ്മൾ എത്തിയിട്ട് നമ്മൾ ഓലെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. അവിടെയാണ് നമ്മളെ വിജയം. അതെ അതെ. ലൈഫ് പറഞ്ഞാൽ ചെറിയ ലൈഫുള്ളൂ. മാക്സിമം റിസ്ക് എടുക്കുക, ആവുന്ന കാലത്ത് നല്ല കാലത്ത് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുക. അത് തന്നെ. അപ്പൊ ഇതാണ് എനിക്കും അജുക്കും അറിയാനുള്ളത്. ലൈഫില് കളിയാക്കാനും കുറ്റപ്പെടുത്താനും കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മള് അതൊക്കെ കടന്ന് ജയിക്കണം, വിജയിക്കണം എന്നാ പറയുന്നത്. കിട്ടിയാൽ വേണ്ടി പോകാൻ ആ പാസ്പോർട്ട് കിട്ടിയാൽ നമ്മള് അടുത്ത പരിപാടി. അപ്പൊ അജ്മാന് പോവാണ് കേട്ടോ, ഗൾഫ് പോവാണ്. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക. നമ്മളിങ്ങനെ ഞാന് പോയി, ചിത്തു പോയി, കുട്ടാപ്പി പോയി, കുഞ്ഞോൻ പോയി, എല്ലാരും വിശ്വക്കൊള്ളൂല നാട്ടില്. ആ വിവരം നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ ഒരു മാർച്ചിലെ കയറ്റോന്റെ പരിപാടി ഉണ്ടാവും. കുട്ടാപ്പി വ്ളോഗ് ഉണ്ടായപ്പോ പറയൂട്ടോ. അതിന്റെ ഓനെ പരിപാടി കഴിക്കാറ് ഇൻഷാല്ല ഇന്ത്യ ഇവിടാണ് നമ്മള് വരുന്നത്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മളെ പരിപാടി ഉണ്ടാവും. കോഴിക്കോടോ അല്ലെങ്കിൽ ബത്തേരിയോ വയനാടോ എവിടെയൊക്കെ പഠിച്ചോ. ജിത്തുവിനെ വരി പഞ്ചാബൊക്കെ ഒന്ന് പോകണ്ടേ. ജിത്തു ഈ പഞ്ചാബ് ആയിട്ട് വരും. അപ്പൊ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ പഠിച്ചാനാണ് പറയുന്നത് അജ്മാന്. പുറത്തൊന്നും പോകണ്ട. നാട്ടില് പഠിക്കടാ, നാട്ടിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയം എൻജോയ് ചെയ്തോളി. കോഴിക്കോട് ഷാറായി കൊടുക്കണം, അവിടെ പഠിക്കുക. പിന്നെ വയനാട് കുഴപ്പമില്ല, അവിടെയൊക്കെ പഠിച്ചോളി. ജോബ് എവിടെയെങ്കിലും നോക്കാം. ജോബ് കിട്ടി നിങ്ങൾ പുറത്ത് പോയിക്കോളി, പ്രശ്നമല്ലല്ലോ. ക്യാമറകളുള്ള സ്ഥലങ്ങളെത്തി. എന്തിനാണ് ഈ ക്യാമറ? എന്തിനാണ് ഈ ക്യാമറ? നമ്മളെ പൈസ കളയാനാടാ, നമ്മളെ പൈസ കളയാൻ. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഫുഡ് എങ്ങനെ ഉണ്ടായി അജുണ്ട് ചോദിച്ചോ. റിവ്യൂ ഫുഡ് അടിപൊളി ഫുഡ് അല്ലടാ. എവിടെ നമ്മൾ കഴിച്ച്? മഞ്ചേരിയിലെ ഊട്ടപ്പുര. അടിപൊളി, ഒരു ആവറേജ് മലബാരി സ്റ്റൈലല്ല ഐറ്റംസ് അവിടെ കിട്ടും. സെറ്റാണ്. ഓക്കെ. ജാതിന് എൻ്റെ ഫോണത്തെ GB 128 മാറ്റിയാണ്ട് 1 TB 2 TB ഒക്കെ അതെടുക്കണം എന്നാണോ വിചാരിച്ചു. 128 ഒക്കെ എടുത്തുകൊണ്ട് ബ്ലോഗറും ചെയ്താണ്ട് എന്നും ഇങ്ങനെ സ്റ്റോറേജ് ഫുള്ളായിട്ടത്തെ കാര്യം പഴയതൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ആക്കി മാറ്റണം. പെട്ടെന്ന് ഇതിൻ്റെ
ഇത് കൊണ്ടുവരും 70 Pro എടുത്താലോ? ഞാൻ പോയിട്ട് പൈസ അല്ല മോനെ. ഞാൻ പോയിട്ട് അവിടെ നിന്ന് അയച്ചരുത്. അങ്ങനെയാണ് ശരി. ഇവിടുന്ന് അങ്ങോട്ട് പൈസ അയച്ചാൽ മതി. 3 എണ്ണക്കടികൾ കഴിഞ്ഞു. 3 എണ്ണക്കടി കഴിഞ്ഞോട്ടെ. ഇവിടെ ഇനി ഇപ്പൊ ഒന്നും കയറാല്ല, ഫുള്ളായി. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കയറ്റാൻ പറ്റും, ഇപ്പൊ കയറ്റാൻ പറ്റും. അടിപൊളിയാടാ, തിരക്കാണ്. അതേ സെറ്റപ്പിൽ കൊടുക്കണോണ്ടാണ് ആ തിരക്ക്. അജ്മാന്റെ അപ്പൊ വിസ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓ എന്തൊരു ചൊറുക്ക്. അപ്പോ അജ്മാന് നാട് വിടാൻ സമയം. നമ്മളെ പാസ്പോർട്ട് അതുമായി പോവുക. വണ്ടി എടുക്കുക, നമുക്ക് പോവാം. ആ മൂട് അങ്ങോട്ട് പോയി. ഫസ്റ്റ് ഓഫ് എങ്ങനെ അജോ റിവ്യൂ? ഫസ്റ്റ് ഓഫ് അടിപൊളി 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 പടം. അടിപൊളി വീട്ടിലെ പടം വീട്ടിലോ ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഉള്ളത് എൻഗേജ്മെന്റ് കഴിഞ്ഞ ട്രെൻഡിങ് കപ്പിൾസ് ആണ്.